വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 6:30 in the morning. അതെ, രാവിലെ 6:30 ആക്ച്വലി ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് സൺഡേ ആണ്. അപ്പോൾ ഈ വീട്ടിൽ ഞാൻ ഒഴികെ മറ്റാരും എഴുന്നേറ്റിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഞാനല്ലാതെ മറ്റൊരാൾ കൂടെ ഉണർന്നുണ്ട്, നമ്മുടെ ഒപ്പം ഇപ്പോൾ ഉണ്ട്. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ഷാഡോച്ചേട്ടൻ എഴുന്നേറ്റ് കോട്ടുവായൊക്കെ ഇട്ട് ആളതൊരു ഉറക്ക മൈൻഡിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ് ഷാഡോ. അപ്പോൾ ഞാൻ അതിരാവിലെ ഈ ഞായറാഴ്ച എഴുന്നേറ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ല ഫ്രഷ് ഇറച്ചി മേടിക്കണം, മീറ്റ് മേടിക്കാം. മീറ്റൊക്കെ മേടിക്കാൻ പോകുമ്പോൾ രാവിലെ പോയില്ലെങ്കിൽ നല്ല ക്വാളിറ്റി സാധനം കിട്ടത്തില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ സ്വന്തം ആലപ്പുഴ റിലയൻസ് മാളാണ്. ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ ശരിക്കും ലക്കല്ല ആക്ച്വലി. കാരണം ഞങ്ങളുടെ വാതിക്കൽ തന്നെ ഒരു ഷോപ്പിംഗ് മോൾ എന്നൊക്കെ പറയും. നമ്മുടെ സിഗ്നൽ വീണ് കിടക്കുവാണ്. ഞാൻ എത്തുമ്പോൾ കറക്റ്റ് പോകും മിക്കവാറും. ഇല്ല, ഭാഗ്യം നമ്മൾ തുണച്ചു. കണ്ട തിരക്ക്, കണ്ട അതിരാവിലെ തിരക്ക്. ഇവിടെ എവിടെയോ ആയിരുന്നല്ലേ. കറിക്കുള്ളതായിരുന്നു, അരിഞ്ഞു തരാവുന്നു. യൂട്യൂബ് കുറച്ച് നല്ല നോക്കി എടുക്കണേ, നല്ല നോക്കി എടുക്കണേ. ഇത് കണ്ടിട്ട് ആൾക്കാർ ചോദിക്കും എവിടെയാന്നൊക്കെ ചോദിക്കും. വാരിയലിന്റെ ഭാഗം കിട്ടത്തില്ല. അതെടുക്കാനാണ് ഞാൻ പോയത് മോനെ. ശരി, അപ്പൊ പിന്നെ മോൻ അത് എടുക്കണേന്ന് പറഞ്ഞോണ്ട് ഇതൊക്കെ നല്ല സൂപ്പർ വെച്ചാ വാരിപ്പറ്റുണ്ട്. അല്ല പിന്നെ തുട തന്നെ എടുക്കട്ടെ. തുട ഇതാകത്തില്ല, ഇതാണ് ഏറ്റവും നമ്പർ 1 വെച്ച്. ആണല്ലേ, ഇത് കണ്ടില്ലേ? തുടയെന്ന് പറഞ്ഞാൽ ആരാണ് ഇത്? നല്ല സൂപ്പർ വെച്ചാൽ വേവും നല്ല ടേസ്റ്റ് കിട്ടും. മറ്റേത് ആരാണ് തുട വെച്ച് കൊള്ളത്തില്ല. ആരുള്ള ഇത് ഒറിജിനൽ വാരിപ്പറ്റാണ് ഇത് കേട്ടാ. അത് എടുത്തു തരാം. അത് കൊണ്ട് ഉപയോഗിച്ചിട്ട് അടുത്ത പ്രാവശ്യം പറയണം. കുറച്ച് തുടയും കൂടെ എടുത്ത് കേട്ടോ. അല്ല, രണ്ടും കൂടി ഇല്ലാതെ നമ്മളെങ്ങനെ അല്ല എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നെയ്യ് കുറച്ച് മതി. കാര്യം വിലയൊന്നും പറയത്തുന്നില്ല. അല്ലല്ലോ, അല്ല പരസ്യം കൊടുക്കാൻ എങ്ങനെ ഇല്ലല്ലേ? നമുക്ക് നമ്മള് വില കുറച്ച് ഇറച്ചി കൊടുക്കാനും അത് വേണം പറയാം. 300 രൂപ ആക്കാൻ. 300 അത് ഏട്ടൻ പറഞ്ഞു. 380. 300 രൂപ ആക്കണമെന്നൊരു പ്ലാൻ. അത് ശരി, കുറയ്ക്കാൻ പോണം. കുറക്കാൻ. അത് ശരി, അത് നല്ല തീരുമാനമാണല്ലോ. അപ്പൊ അത് ഒരു പരസ്യത്തോടു കൂടി വേണം. ഇത് ജസ്റ്റ് ഒന്ന് കേട്ടത്തേ ഉള്ളൂ. നിങ്ങളുടെ ഫോൺ നമ്പറും എല്ലാം കൂടെ കൊടുത്തില്ലേ? അരിയല്ല പിന്നെ ബിരിയാണിക്കാണ് നല്ല ഇങ്ങനത്തെ പീസ് അടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. 44 कितना बैलेंस है? आप बता। बैलेंस क्या है? നമ്മൾ ബീഫും കാര്യങ്ങളും എല്ലാം മേടിച്ചു കഴിഞ്ഞു. നല്ല സ്നേഹമുള്ളൊക്കെ ആയിരുന്നു. നമ്മൾ വീഡിയോ ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, നല്ല നല്ല പീസുകളൊക്കെ തന്നിട്ടുണ്ട്, നല്ല ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഡിസ്കൗണ്ടിലൊക്കെ കൊടുക്കാം എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ട്രെയിൻ
ആർക്കോ വേണ്ടിട്ട് നടക്കാൻ ഇറങ്ങിയത് പോലെ ട്രെയിനിന്റെ പോക്ക്. ഉറക്കപ്പിച്ചായിരിക്കും ട്രെയിൻ, അതായിരിക്കും ഇത്രയും പതുക്കെ പോണം. അപ്പോൾ നമ്മൾ ഇനി വരാൻ പോകുന്നത് അവിടെയാണ്. ഇന്ന് ഇവിടെ വരണം എന്നാണ് കുറെ കാലമായിട്ടുള്ള ആഗ്രഹമാണ്. അപ്പൊ ഇന്ന് എന്തായാലും നമുക്ക് ഈവനിങ്ങിൽ നമ്മുടെ ഡ്രങ്കരാജുമായിട്ട് നമുക്ക് ഇവിടെ വരാം. ഇവിടെ റൂഫ് ടോപ്പ് ഉണ്ടോ എന്തുവാണോ ഒന്നും അറിയത്തില്ല. ഡ്രങ്കൻജി ഒരിക്കലും കണ്ട് താഴെ ലോക്കലി വന്നിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് എന്തായാലും ഇന്ന് രാത്രി എന്തായാലും ഇവിടെ തന്നെ വരാം. രാത്രി അല്ല, വൈകുന്നേരത്തോടെ നമുക്ക് ഇവിടെ വരാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോഴല്ല, വൈകുന്നേരം. അപ്പൊ ഇതാണ് ഗൈസ് നമ്മുടെ ഇന്ന് വരാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്ലാസിക്. കടൽ അവിടെയൊക്കെ കേറി കിടക്കുന്നുണ്ടോ, നനഞ്ഞു കിടക്കുന്നു കേട്ടോ. നമ്മുടെ ഷിപ്പ് സുനാമി വന്നാൽ ഇതേ കയറി കിടന്നാൽ മതി കേട്ടോ. ഇതേ കയറി ഇരുന്നാൽ മതി. യോബിന്റെ പുസ്തകം അല്ല എന്താണ്ട് സാധനം ഉണ്ടാകുന്നല്ലോ ഇങ്ങനെ. പണ്ട് പ്രളയം വന്നപ്പോ ഒരു തടി ഇത് വെച്ച് കയറി രക്ഷപ്പെട്ടൊരു പുള്ളിക്കാരനുണ്ടല്ലോ, പേരൊക്കെ മറന്നുപോയി. പണ്ടെപ്പോഴും കേട്ട് കഥയാണ്. അപ്പോൾ എന്തായാലും ഇതിവിടെ സ്ഥാപിച്ച് എന്തായാലും നന്നായി കേട്ടോ. സുനാമി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഉള്ളവർക്കൊക്കെ ഇവിടെ എങ്ങനെയും ആണെങ്കിൽ അതേ കയറി ഇരുന്നാൽ മതി. എവിടെയാണ്? അത് ശരി, ഇവിടുന്ന് മാറുവാണോ? ഇവിടുന്ന് മാറുവാണോ? അത് ശരി, ഇവിടുന്ന് മാറരുത്. പെർഫെക്റ്റ് ലൊക്കേഷൻ ആണല്ലോ. ഞാൻ കുടിക്കാവേ. ഓക്കെ ഗൈസ്, അപ്പൊ ചായ കുടിക്കാൻ സമയമാഗതമായി. ചായ അല്ലെങ്കിലും കോഫി. ഈ നൊസ്റ്റാൾജിക് പാട്ടൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ കാപ്പി കുടിക്കാൻ എന്താ സുഖം. കുറെ തലമുറ, എന്റെയൊക്കെ ഒരുപാട് തലമുറ പുറന്നോട്ട് പോകേണ്ടി വരും. പോകേണ്ടി വരുമെന്നല്ല, അങ്ങനെ പോകുന്നൊരു ഫീൽ നമുക്ക് കിട്ടുന്നത്. അടിപൊളി. നല്ല കറക്റ്റ് പ്രപ്പോർഷനിലെ മധുരവും നല്ല ഇന്റൻസ് ആയിട്ടുള്ള കട്ടിയും. ഓക്കെ ഗൈസ്, അപ്പൊ ഇതാണ് റെക്രിയേഷൻ ഗ്രൗണ്ട്. ഞാൻ പറഞ്ഞു പുറത്തോട്ട് ഇറങ്ങാനൊന്നും ഈ എത്ര ആൾക്കാരുടെ ഫീൽഡേഴ്സും എല്ലാം മാറിപ്പോവില്ല നമുക്ക് എല്ലാവർക്കും പരസ്പരം. അതേപോലത്തെ പരിപാടിയാണ്. എത്ര ടീംസാണെന്നറിയാം ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നത്. സൺഡേ ആയതുകൊണ്ട് എങ്ങനെ കളിക്കുന്ന എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം അവരവരുടെ ടീംസിനെ പോലും മാറിപ്പോവല്ലോ കംപ്ലീറ്റ്ലി. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും കാര്യങ്ങളെല്ലാം സജ്ജമായി കഴിഞ്ഞു. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ബീഫിലേക്ക്, നമ്മുടെ ഇറച്ചിക്കറി വെക്കാനായിട്ടാണ് ഇന്ന് പോണത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇറച്ചിക്കറിയാണ് നമ്മളിന്ന് വെക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് ആവശ്യമായ സജ്ജീകരണങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സവോള, നല്ല ചെറിയുള്ളി, തക്കാളി, പച്ചമുളക്, ഇനി അനുബന്ധ സാധനങ്ങളൊക്കെ ഒത്തിരി വരുന്നുണ്ട്. പൊടികൾ വേണം നമുക്ക്, അതുപോലെ കറിവേപ്പില വേണം. കറിവേപ്പില നമുക്ക് പുറത്തുണ്ട്, നമുക്ക് കുറച്ച് കറിവേപ്പില പറിച്ചുകൊണ്ട് വരാം. കറിവേപ്പില ചെടി തന്നെ ഉണ്ട് ഇവിടെ, ഇല്ലാത്തതൊന്നും ഇല്ല. സ്പൈഡേഴ്സ് ഉണ്ടാവും ഇതിലൊക്കെ. നമ്മൾ പോവും. സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ വിഷമടിക്കാത്ത സാധനങ്ങളുള്ളപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ എന്തിനാ വാഷ് ചെയ്തെടുക്കാം. ഇങ്ങനെയൊന്നും കഴിയാൻ പോരാ, നല്ലപോലെ കഴുകണം. അവിടെ ഇറച്ചി ഇവിടെ കഴുകി നല്ല സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുവാണ്. എന്നാൽ ഇനിയും ഒന്നുകൂടെ കഴുകണം. കാരണം കണ്ടത് ഈ ബ്ലഡും കാര്യങ്ങളൊക്കെ പോണം. ഇല്ല, നിറച്ച് ബ്ലഡ് വരുന്നുണ്ട്, ഇതെല്ലാം പോണം. കുരുമുളകൊക്കെ ഇട്ട് കഴിയുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. ആ ഒരു ഫ്രഷ് ആയ ഇറച്ചിയുടെ ആ ഒരു മണമുള്ള മീറ്റിന്റെ ആ ഒരു ഫ്ലേവർ മാറും. അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് ആ ഒരു നല്ലൊരു കൊതി വരും. നല്ല ആ ഒരു ഇറച്ചിയുടേതായിട്ടുള്ള മണം അങ്ങ് പോയി നല്ലൊരു അടിപൊളി മണം വരും. നമ്മുടെ ജീരകം ഏകദേശം ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട്. പെരുംജീരകം, ഗരം മസാല ഇട്ട് കൊടുക്കാം. വളരെയധികം മർമ്മപ്രധാനമായിട്ടുള്ള ഉപ്പ് നമ്മൾ ഇട്ടിട്ടില്ല. ഉപ്പിടാത്തൊരു കളി നടക്കത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ എന്തായാലും നമുക്ക് ഇനി കുറച്ച് ഉപ്പും കൂടെ അതിനകത്തേക്ക് ഒന്ന് ചാലിച്ചു കൊടുക്കാം. ദാഹിക്കുന്നല്ലോ, ചെറുതൊരെണ്ണം വിട്ടാല.
ഒരു ചെറുതോർമ്മ അടിച്ചാൽ. അപ്പൊ ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് ഇത്രയും പോരാ. ഇറച്ചിക്ക് ഉപ്പില്ലെങ്കിലേ പണിപ്പാളും. നമുക്ക് ബാക്കി ഉപ്പ് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഉപ്പ് കൂടിയ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഓൾറെഡി ബീഫിന് ഇത്തിരി വെള്ളമൊക്കെ ഉണ്ടാവും, അറിയാലോ. പിന്നെ നമുക്ക് ഒരുപാട് ഗ്രേവി ഉള്ളൊരു ടൈപ്പ് അല്ല, നമ്മൾ ഇത്തിരി വരട്ടിയത് ഉണ്ടാക്കാനാണ് ഇന്ന് ശ്രമിക്കുന്നത്. എന്തായാലും സാധനമൊക്കെ സജ്ജമാവട്ടെ, ഞാൻ റെഡിയാക്കാം. നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു, മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തായാലും നമുക്കിത് കുക്കറിൽ സെറ്റ് ചെയ്ത് വെക്കണം. കുക്കറിൽ വെച്ചിട്ട് ഒരു 6 വിസിലാണ് ഉദ്ദേശിക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 6 വിസിൽ വെച്ചിട്ട് നമുക്ക് ബാക്കി നടപടിയിലേക്ക് കിടക്കാം. ഇതിന്റെ മീൻ ടൈം നമുക്ക് സവോളയും കാര്യങ്ങളൊക്കെ വഴറ്റാനുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ബാക്ക്ഗ്രൗണ്ടിൽ അണിയറ പ്രവർത്തനങ്ങളൊക്കെ നടക്കട്ടെ. കമ്പനിക്കാരനുണ്ട്, നമ്മുടെ കഴുകൽ ലൈവിലല്ലേ ഏക്കൂട്ട്. എങ്ങനെയുണ്ട്? പുള്ളിനെ സെറ്റ് ചെയ്ത് ഞാൻ കൊണ്ടുവന്നു. കാരണം വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഈ പരിപാടികൾക്കൊന്നും നടക്കത്തില്ല കേട്ടോ. ഇന്നിപ്പോ നമ്മൾ മാത്രമാണ്, അവരൊക്കെ കുറെ കഴിഞ്ഞിട്ട് വരത്തുള്ളൂ. അപ്പൊ എന്തായാലും ബാക്ക്ഗ്രൗണ്ടിൽ ആ സ്കോർ നടക്കട്ടെ, ഫ്രണ്ടിൽ ഈ പരിപാടി നടക്കട്ടെ. അപ്പൊ എന്തായാലും വെള്ളമില്ല, തണുത്ത വെള്ളം ഇല്ലാത്ത കാരണം നമ്മള് തണുത്ത ഡയറ്റ് 0 ഷുഗർ പെപ്സി വെച്ചാ ആ പരിപാടി. ചെറുത് മതി 2 എണ്ണം. ലീക്കൂട്ടനായതുകൊണ്ട് കുഴപ്പമില്ല, എന്തിന്റെ കൂടെയും ചേർന്നോളൂ. കയ്യിലോട്ട് തെറിച്ച് വീടുത്തല്ലേ. ഒരു കൈ ഇപ്പൊ തൽക്കാലമുള്ളൂ, അതുകൊണ്ടാണ് ഒറ്റ കൈയിലെല്ലാ പരിപാടിയും. ആക്ച്വലി ഇഞ്ചിയാണ് ഞാൻ ഇടാൻ ഉദ്ദേശിച്ചത്, പക്ഷെ ഇഞ്ചി ഇല്ല, തീർന്നു പോയി. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഓക്കെ ഗായ്സ്, അപ്പോൾ എന്തായാലും ഇതിന്റെ കൂടെ നമുക്ക് നമ്മുടെ ഷാലക്സ് ചെറിയ ഉള്ളിയും കൂടെ കുറച്ചിടണം. കറിവേപ്പില മക്കൾ അവിടെ ഇരിക്കും, മക്കളെ എടുക്കാം, അവിടെ നില്ല തൽക്കാലം മകനെ അതോടെ കയറും. പരമ്പരാഗതമായിട്ടുള്ള ടേസ്റ്റ് മേക്കറാണ് ഈ ചെറിയ ഉള്ളി എന്ന് പറഞ്ഞ സാധനം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് കച്ച. അപ്പോൾ അടുത്ത റൗണ്ട് മയക്ക് വെടിക്കുള്ള സമയം ആഗതമായിരിക്കുകയാണ്. വേറെ പരിപാടിയുള്ളതാണ്. അപ്പൊ എല്ലാം കൂടി ഇപ്പോഴേ വലിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ. നമുക്കിപ്പോ നമ്മുടെ ഈ പരിപാടിയിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ സവോള എല്ലാം നല്ല പരുവത്തിലിരിക്കുവാണ്. ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് സവോള, ഇനി തക്കാളി, ടൊമാറ്റോ യെസ്. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമ്മൾ ബീഫ് എന്തായാലും കുക്കറിൽ നിന്ന് തുറന്നു. അടിപൊളി പരുവത്തിൽ വേണ്ടിയിരിക്കുന്നുണ്ട. തൊട്ട ടെൻഡർ നല്ല വേവാണ്, കറക്റ്റ് വേവായിട്ടാണ് എനിക്ക് കിട്ടിയത്. തൊട്ട പൊടിഞ്ഞു പോവല്ല, കറക്റ്റ് വേവ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് വേവ്. ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഒന്നും കൂടെ എന്തായാലും നമ്മൾ ഇവനെ ഒന്ന് ചൂടാക്കാൻ പറ്റും. ഇനി ഇതിനേക്ക് നമുക്ക് ഈ ബീഫിനെ കൊടഞ്ഞ് പരുവത്തിനാക്കി ഇടാം. നെയ്യാണത്, അതൊക്കെയാണ് ടേസ്റ്റ് മേക്കേഴ്സ് എന്ന് പറയുന്നത്.
ഓക്കെ ഗൈസ്, അപ്പൊ ഇനിയുള്ള നടപടി എന്ന് പറഞ്ഞാൽ ഇത് വഴറ്റിയതാണ്. അപ്പൊ നമ്മൾ നല്ല പോലെ ഇളക്കി ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ ഈ കാണുന്ന ഗ്രേവിയും കാര്യങ്ങളെല്ലാം വറ്റി വരണം. അപ്പോഴേ ഇതിന്റെ ടേസ്റ്റ് ആകത്തുള്ളൂ. അപ്പൊ അതിന് മുമ്പായിട്ടാണ് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവോളയും തക്കാളിയും എല്ലാം ഇതിനകത്ത് ബീഫിലേക്ക് നല്ലപോലെ പിടിക്കണം. നമ്മുടെ ബീഫ് വഴറ്റിയത് ഏകദേശം റെഡിയായെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഇത്രയും നേരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെറും അതിന്റെ ഒരു ഫോർമാലിറ്റി, അതിന്റെ ഒരു ബേസിക്, അതിന്റെ ഒരു ബേസ്മെന്റ്. പക്ഷേ ഇനിയുള്ള പ്രോസസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസസ്സായ വഴറ്റൽ പരിപാടി. കാരണം വഴറ്റുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത്തിരി നല്ല പാട് പിടിച്ച് നമ്മുടെ ഷോൾഡറൊക്കെ ഒരു പരുവാകും, നമുക്കറിയാം. കാരണം ഇട്ട് വഴറ്റിക്കൊണ്ട് തന്നെ ഇരിക്കണം കംപ്ലീറ്റ്ലി. എന്നാൽ മാത്രമേ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായി വരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി കണ്ടിന്യൂസ് ആയിട്ട് MDക്ക് ഒരേ ഒരു ജോലിയുള്ളൂ, ഇളക്കുക. അതെ, ഈ കാണുന്ന ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം വറ്റണം. എന്നിട്ട് അന്തസ്സായിട്ട് ഇവൻ ഡ്രൈ ആവണം. നമ്മുടെ അണ്ണന് ഒരു സിനിമ ഉണ്ടല്ലോ, അണ്ണൻ തമ്പി, അതിനെ തോന്നല് എന്റെ പ്രമാണം വിറ്റ് തൊലയ്ക്കണം സുരാജ് പറഞ്ഞത്. എന്നിട്ട് അന്തസ്സായിട്ട് എനിക്ക് തെണ്ടി നടക്കണം എന്ന് പറയുന്ന പോലെ ഈ ഗ്രേവി എല്ലാം വറ്റണം. എന്നിട്ട് ഇവൻ അന്തസ്സായിട്ട് ഡ്രൈ ആവണം എന്നാണ് പറയുന്ന പോലെ. ഇപ്പൊ കുഴഞ്ഞൊക്കെ ഇരിക്കും കേട്ടോ, പക്ഷേ ഇത് വഴറ്റി വരുമ്പോൾ ഈ പരുവ് മാറും. അത് നിങ്ങൾ കാണും. നമ്മൾ ഇത്രയും ആസ്വദിച്ചൊക്കെ കഴിച്ചിരുന്ന കറികളും എല്ലാം അതിന്റെയൊക്കെ പുറകിൽ ഇവരൊക്കെ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നമ്മളൊക്കെ ചെറുപ്പക്കാരാണ്, യങ്സ്റ്റേഴ്സ് ആണ്. പക്ഷേ നമ്മുടെ അമ്മമാരൊക്കെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ പ്രായം ചെന്ന, അവരുടെയൊക്കെ ശരീരമൊക്കെ വീക്കാണ്. എന്നിട്ടും അവർ ഇത്രയേറെ കഷ്ടപ്പെട്ട് അവരുടെ തോളെല്ലാം ഒടുങ്ങി അവർ നമുക്ക് ഇത്രയും സ്വാദിഷ്ടമായ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി തന്നിട്ടില്ലേ? നമ്മളത് ചിലപ്പോൾ അതിന് കുറ്റം പറയാം. അവർക്ക് അതിനകത്തൊന്നും തിരിച്ച് പ്രതീക്ഷിക്കുന്നില്ലായിരിക്കും. നമ്മൾ സംതൃപ്തിയോടെ നല്ല ഭക്ഷണം കഴിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് അവർ ഇതുപോലുള്ള ഹാർഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് തരുന്നത്. കാരണം ഈ വഴറ്റില എന്നൊക്കെ പറഞ്ഞ തോളിൽ ഒടിയുന്ന പപ്പടം പോലെ ഒടിയും, നമുക്കറിയാം. അപ്പോൾ അത്രയും പ്രായമായവരും നമ്മുടെ അമ്മമാരൊക്കെ അതൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടില്ലേ? അപ്പോൾ അവരെയൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു സന്തോഷത്തോടെ നമ്മളത് പറയാം, നന്നായിട്ടുണ്ട്, കൊള്ളാമ്മ അല്ലെ കൊള്ളാമ്മേ എന്നൊക്കെ ഒന്ന് പറയുന്നു. കാരണം അവര് മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല അതിനകത്ത്. അപ്പോൾ ഏകദേശം ഒരു നല്ല പരുവത്തിനായി വരുന്നുണ്ട്. പകുതി നാരങ്ങ മതി കേട്ടോ, ഒരുപാടായ പുളിച്ചു പോകും. ഇത് വഴന്ന് നല്ല അടിപൊളി പരുവാക്കും ഞാൻ കാണിച്ചു തരാം. സ്റ്റേ ട്യൂൺ. ഓക്കേ ഗായ്സ്, ഫൈനലി നമ്മുടെ ബീഫ് വഴറ്റിയത് നല്ല അടിപൊളി പരുവത്തിൽ ഇരിപ്പുണ്ട് കേട്ടാ. വെന്ത് നല്ല അടിപൊളി പ്രപ്പോർഷനിൽ. ഇത് ആക്ച്വലി ഞാൻ കുറച്ച് എന്റേതായിട്ടുള്ള രീതിയിൽ കുറച്ച് വെറൈറ്റി ചെയ്തു, മറ്റൊന്നുമല്ല. ഇതിനകത്ത് നമ്മൾ ഈ സവോളയും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഉടച്ച് നല്ല പരുവത്തിനാക്കി. അപ്പൊ ഇത് ഒരേപോലെ എടുത്ത് കഴിച്ചാൽ മതി, ഇതിനകത്തൊന്നും മാറ്റാനില്ല. ആക്ച്വലി ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ ഓർക്ക് ഇത് ബീഫ് എല്ലാം കൂടെ പൊടിഞ്ഞു പോയി തരും. പക്ഷെ ഇത് അങ്ങനല്ല, ബീഫ് പീസുകൾ തന്നെയായിട്ട് കിടപ്പുണ്ട്. ഇത് കണ്ടില്ലേ, ബീഫ് പീസുകൾ തന്നെയാണ്. പക്ഷേ ഈ സവോള കുഴഞ്ഞിരിക്കുന്ന കാരണം അതിന്റെ കൂടെ ഇങ്ങനെ കഴിക്കാൻ പറ്റിയ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും. അടച്ചിട്ടേക്കാണ്. അപ്പൊ നമുക്ക് പോവേണ്ട സ്ഥലം അവിടെയാണ്, ആ മുകൾ തട്ടില്. അല്ല മിസ്റ്റർ രാഗജി, താങ്കൾ എന്നെ കൂട്ടാതെ അവിടെ പോയി അല്ലേ? ദുഷ്ടൻ. അതെ, ഇപ്പൊ കേറാലോ അല്ലെ? ലൈറ്റിങ്സ് ഒക്കെ കൊള്ളാം അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് പോകുന്ന ആക്ച്വലി നമ്മുടെ ക്ലാസിക്കിന്റെ ഏറ്റവും സുപ്രീം ബാറിലേക്കാണ്, പൂൾ സൈഡ് ബാർ. അത് നമ്മുടെ റൂഫ് ടോപ്പിലാണ്. ആക്ച്വലി ഇവർക്ക് ആക്ച്വലി ഒരു ലോക്കൽ ബാർ ഉണ്ട്, അത് ആ സൈഡിൽ കൂടെ കാണുന്ന റോട്ടിൽ. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, ആക്സസ് ചെയ്യുന്നില്ല. പിന്നെ അവർക്ക് മറ്റൊരു എക്സിക്യൂട്ടീവ് ഉണ്ട്. എക്സിക്യൂട്ടീവ് അല്ല, പാർക്കിംഗ് ഒത്തിരി ഉണ്ടല്ലേ? ഓക്കെ, ശരി. ഇത് ഗസ്റ്റിന് വേണ്ടി മാത്രമേ ഉള്ളൂ ഇതല്ല? ടീ
T for swimming pool. സ്വിമ്മിംഗ് പൂളിലല്ലേ, ടീമല്ലേ? ഓപ്പൺ ചെയ്യും. T for swimming pool ആണ്. പക്ഷേ സ്വിമ്മിംഗ് പൂൾ കം. അപ്പൊ എന്തായാലും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ലൊരു ലക്ഷറി പ്രീമിയം ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ. അവരുടെ ആ ഒരു സോഷ്യൽ ആറ്റിറ്റ്യൂഡ്, നമ്മളെ വെൽക്കം ചെയ്യുന്നതിന്റെ ആ ഒരു ഇത് ശരിക്കും ഇഷ്ടപ്പെട്ടു നമുക്ക് അല്ലേ? പ്രൊഫഷണൽ വേ ഓഫ് ഹാൻഡ്ലിംഗ് ആണ്. നമ്മൾ പ്രൊമോഷൻ കാര്യങ്ങളൊന്നും അല്ല, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ എത്തിക്കഴിഞ്ഞു പൂൾ സൈഡ്. ഓക്കെ, ലിമിറ്റഡ് ആണല്ലോ കുറെ. കുറച്ച് ടേബിൾസേ ഉള്ളല്ലേ? തങ്കജി, പൂൾ സൈഡ് ഓക്കെയാണ്, പക്ഷേ നമുക്കിതാ ആ ഒരു വ്യൂ ആണ് നമുക്ക് ഏറ്റവും ആവശ്യം അല്ലേ? ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ സ്വന്തം ആലപ്പുഴയിൽ ഇതേപോലൊരു സെറ്റപ്പ് ഇതാ നമ്മുടെ ബീച്ചും കണ്ടുകൊണ്ട് ഇങ്ങനെയൊന്ന് കഴിക്കാൻ കിട്ടുന്ന ഒരു ചാൻസ്, ഇത് യുണീക്ക് ആൻഡ് ഫസ്റ്റ് ടൈം അല്ലെ? നമ്മുടെ ആലപ്പുഴ ഇതുപോലെ ഒരു വേറെ സെറ്റപ്പ് ഇല്ല. നമ്മൾ ഇതിന് മുമ്പ് ഒരു റൂഫ് ടോപ്പ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ എൻജോയ് ചെയ്ത് നമ്മുടെ കൊച്ചിയിലാണ്, ഗ്രാൻഡിൽ. നിങ്ങൾക്കറിയാം ആ വ്യൂ എന്ന് പറയുമ്പോൾ ടിപ്പിക്കലി ദ മോസ്റ്റ് എക്സ്ട്രീം വ്യൂ. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഒരു വിന്റേജ് വ്യൂ ആണ്. നമ്മുടെ സ്വന്തം ആലപ്പുഴ കടലും കണ്ടുകൊണ്ട് അല്ലെ? ആ ഒരു കഴിക്കുന്ന ഫീൽ കളയുന്നതിന് മുമ്പ് നമുക്ക് ഒന്നാമത്തെ കാര്യം ലൈറ്റ് വളരെ പരിമിതമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സമയം കളയാതെ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. അടിപൊളിയല്ലേ? ഒരു രക്ഷയില്ല. കടലിൽ നിന്ന് വരുന്ന ആ ഒരു കാറ്റും അല്ലെ? ആ ചെടി നോക്കി, നമ്മൾ പറയുന്ന കള്ളമാണെന്ന് വിശ്വസിക്കണ്ട, തോന്നണ്ട അല്ലെ? ആ ഓപ്പൺ സ്പേസ്, ആക്ച്വലി ഇതൊക്കെയാണ് റൂഫ് ടോപ്പ്. നമ്മൾ കൊച്ചിയിൽ പോയപ്പോൾ നമ്മൾ എൻജോയ് ചെയ്തു, പക്ഷേ ആ ഒരു ടൈം തെറ്റായിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇതുണ്ട്, ഈ ഒരു മാഗ്നിഫിഷൻ വ്യൂ ആണ് ഏറ്റവും ഹൈലൈറ്റ്. അമ്മോ പേടിയാന്നല്ലേ ഉണ്ട് നോക്കിയിട്ട്. അപ്പൊ ഇവരുടെ ഫുഡ് മെനുവിലൊക്കെ ഞാൻ കിടക്കുന്നുണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. വോയിസ് ഓവർ എനിക്ക് അറിയത്തില്ല, കാരണം മൈക്ക് ആസ് യൂഷ്വൽ ചാർജ് ചെയ്യാൻ വിട്ടുപോയി, അതുകൊണ്ട് മൈക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ചാർജ് വളരെ കുറവാണ് ആക്ച്വലി. എനിക്ക് തോന്നുന്നു ഈ കാറ്റിന്റെ അവിടെ വരില്ല, കാരണം ഈ സൈഡിലല്ല മൈക്ക്, അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കാറ്റ് വലിയ ബുദ്ധിമുട്ടിക്കത്തില്ലെന്നാണ്. അപ്പൊ എന്തായാലും മെനു കാർഡ് ഞാൻ പറയുന്നതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ നിങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുക. ആബ്സൊല്യൂട്ട് ഉണ്ട്. ഒരു പേക്കിന് 570 രൂപയേ ഉള്ളൂ, കുഴപ്പമില്ല. ഇത് 3 സ്റ്റാർ ആണോ 4 സ്റ്റാർ ആണോ? ഐ മീൻ മേ ബി 3 സ്റ്റാർ, ഐ തിങ്ക് 5 സ്റ്റാർ അല്ല എന്നാണ് തോന്നുന്നു. ഗ്രേ ഗൂസ് 940 രൂപ. ഞാൻ പറഞ്ഞു മെനക്കെടുന്നില്ല. മാജിക് മൊമെന്റ്സിന് 370 രൂപയേ ഉള്ളൂ. കമ്പാരിറ്റീവ്ലി കുറേ സാധനങ്ങൾ, ചെറിയ സാധനങ്ങൾ അതൊക്കെയാണ് കേട്ടോ. ലെമൺ ഉണ്ട്, വെർബുമാണ് കേട്ടോ. പിന്നെ വെസ്കി, ആന്റിഗിറ്റി, ബ്ലാക്ക് ഡോഗ്, ശിവാസ് റീഗൽ, എന്ത് വേണം ഇവിടെ തനിക്ക്? നമുക്ക് തനിക്ക് തരാൻ കേട്ടോ. ഇത് അവർ ഈ വരുന്ന് കാണിച്ചു കൊടുക്കട്ടെ. വൈനിലോട്ടും ജിന്നിലോട്ടും ടെക്കീലയിലോട്ടും നമ്മൾ പോകുന്നില്ല. പിന്നെ ബിയർ സെക്ഷൻ ആംസ്റ്റൽ ഇല്ലെന്ന് പറഞ്ഞു. പറ്റ്വായ്സ നമ്മുടെ സ്വന്തം ഐറ്റം ഉണ്ട്. പൂൾ സൈഡ് ബാർ എന്നാണ് ഇതിന് പറയുന്നത്. മൂവിംഗ് ബാക്ക് ടു ദ ബ്രാൻഡി സെക്ഷൻ. സോ മിസ്റ്റർ ടങ്കജി, താങ്കൾക്ക് ഏത് വേണമെന്ന് വായിച്ച് പഠിച്ച് പറയുക. ഇത് പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അതായിരിക്കും. മാജിക് മൊമെന്റോ, വെർബ, ബിയറാ, ബഡ്വൈസറാ, അതോ തന്റെ സ്വന്തം KFO? ഓക്കെ, താങ്ക് യു ചേട്ടാ. ഒരു ബഡ്വൈസർ മാഗ്, പിന്നെ ഒരു KF സ്ട്രോങ്. സ്ട്രോങ് അല്ലേ? സ്ട്രോങ്. പിന്നെ മാജിക് മൊമെന്റ്സ് വെർബ് 2. ലെമൺ അല്ലല്ലോ? വെർബ് മതി, പ്ലെയിൻ ആണത്. പിന്നെ ഓക്സ്മിത്ത് ഇന്റർനാഷണൽ ഉണ്ടല്ലോ, അതൊരു 2 പേക്ക്. ഇത് നോക്കിയില്ലല്ലോ. സോഡ എങ്ങനെ കോംപ്ലിമെന്ററി ആണോ? കോംപ്ലിമെന്ററി അല്ലേ? എത്ര ക്ലാസ് ആയിട്ട്? 5 സ്റ്റാർ ആണോ അതോ 4 സ്റ്റാർ? 4 ആണ്. ഫുഡായിട്ട് നമ്മൾ ഓർഡർ ചെയ്യുന്നത്, നമ്മൾ സ്നാക്സ് ആയിട്ട് അല്ലേ?
ഇവിടെ അന്യായ കാറ്റാണ് കേട്ടോ. ഇവിടെ ഫാനൊന്നും ഇല്ല അങ്ങനെ ചെറിയല്ലോ, ഫാൻ ഇടാൻ പറ്റത്തുമില്ല, ഫാനിന്റെ ആവശ്യമില്ല, അതുപോലത്തെ കാറ്റാണ്, അന്യായ കാറ്റ്. അടിപൊളി. നമ്മുടെ ആലപ്പുഴയിൽ ഇതുപോലൊരു സെറ്റപ്പ് നടന്നിട്ട് നമ്മൾ ഇത്ര നാൾ എന്തേ വന്നില്ല എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിൽ എപ്പോഴും അവശേഷിക്കുന്നല്ലേ. കൺമുമ്പിലൂടെ ഒരുപാട് വട്ടം നമ്മൾ ഇവിടെ കൂടെ പോയതാണ്. പക്ഷെ ഡ്രാങ്കൻ തനിക്ക് പറയാൻ വോയിസിലിടൂ, താൻ എന്നെ പറ്റിച്ച് താൻ ഒറ്റയ്ക്കോടെ വന്നവനല്ലേ. അതെ, എന്നാലും യൂട്യൂബ് ബ്രൂട്ടസ് മറിഞ്ഞു പോവാതെ കാറ്റേ അല്ല മുക്കേ മെനു കാടേ. എന്റെ ഓവർ എക്സ്പെൻസീവ് എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല, കാരണം ഫുഡൊക്കെ ഏകദേശം അഫോർഡബിൾ റേറ്റ് ആണ്. 4 സ്റ്റാറിന്റെ ആ ഒരു വാല്യൂ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അഫോർഡബിൾ ആണ്, എക്സ്ട്രാ ചാർജസ് ഒന്നും ഇല്ല. അതെ, പിസ്സ ആണെങ്കിലും ഓക്കെയാണ്. റെസ്റ്റോറന്റ് മെനു ആണ് ആക്ച്വലി ഇത്. പൊറോട്ടയ്ക്ക് 30 രൂപ കേട്ടോ. അപ്പൊ ഓക്കെയാ, കാരണം 4 സ്റ്റാറിന്റെ വാല്യൂ ആണെങ്കിൽ 80 രൂപ 60 രൂപ പറയും. പക്ഷെ റമദാൻ ഇപ്പൊ 90 രൂപയല്ലേ ഒരു പൊറോട്ടയ്ക്ക്. ഷെഫ് ഫിഷ് ചട്ടിക്കറിയോ, ചട്ടി പെരളൻ. ഡ്രിങ്ക്സ് മെനു ആക്ച്വലി നമ്മുടെ ഡ്രിങ്ക്സ് അല്ല, നോൺ ആൽക്കഹോളിക് ബിവറേജസ്. ആസ് പെർ സൈസാ 10-700 രൂപ വരും. പറയണ്ട. അയ്യോ താമര എന്ത് വേണം? കുറഞ്ഞതോ? ഫിഷിന് കട്ടിയില്ലേ? ഓ, ഫിഷിന് കട്ടിയില്ലല്ലോ, മൃദുവാണല്ലോ. ഓക്കെ, പിന്നെന്ത് വേണം? ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഡ്രിങ്ക്സ് എത്തി കഴിഞ്ഞു. ഇത് മദ്യമാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്, ഇറ്റ്സ് ജസ്റ്റ് ഫ്ലേവർഡ് വാട്ടർ. ഐസ് കിട്ടുമല്ലോ അല്ലേ? ബിയർ ഗ്ലാസ് നമ്മൾ ഫ്ലൈ ഹൈയിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ ആലപ്പിയിൽ മറ്റെവിടെ ഈ ഒരു സീക്വൻസ് നമ്മൾ കണ്ടിട്ടില്ല. നല്ലൊരു ക്വാളിറ്റി ഗ്ലാസ് വെയേഴ്സ് ആണ് ഇവിടെ. സംഭവം കൊള്ളാം. പക്ഷെ ഇത് കണ്ടോ, ഇതാണ് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം. മറ്റൊന്നുമല്ല, ഇത് എന്തോ ഒരു മദ്യ ദൈവത്തിന്റെ കളി എന്നാണ്. കാരണം 2 ഗ്ലാസ്സിലും സെർവ് ചെയ്ത ഒരേ ആള് അല്ല ഡ്രാഗൻ. പക്ഷേ താങ്കൾക്ക് മാത്രം എന്തുകൊണ്ട് പത? എനിക്കെന്താ പതയില്ലാത്തത്? ബഡ്വൈസറിന്റെ പതയായി ബോത്ത് ഓഫ് ബിയർ. എന്നിരുന്നാലും ഇത് ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയ കാര്യമല്ല, നമ്മൾ ഈ പണി തുടങ്ങിയ കാലം മുതൽ കാണുന്നത് അല്ലെ ഡ്രാഗൻ ചെയ്യും. എന്തായാലും ഒത്തിരി സന്തോഷം, ഒത്തിരി സാറ്റിസ്ഫാക്ഷൻ എന്ന് ഞാൻ പറയാറായില്ല, ബിക്കോസ് വി ഹാവ് ജസ്റ്റ് സ്റ്റാർട്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും ഈ ഒരു യുണീക്ക് ഓപ്പർച്യൂണിറ്റിക്ക് ഒരു പ്രോയോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു ആക്ച്വലി. പിന്നെ നമ്മുടെ ഡ്രങ്കിനോട്. സോ ഡ്രങ്കൻ ജി, ലെറ്റ്സ് ടേക്ക് the first cheers of the night. Okay, the cheers of the night. ഐസിന്റെ ആ ഒരു അതും ഒരു യുണീക്ക് അല്ലേ? ഒരു ഗ്ലാസ് കുറവാണെന്നേ ഉള്ളൂ അല്ലേ, 4 സ്റ്റാർ. പക്ഷെ ഇതുപോലൊക്കെ കൊടുക്കണം ആക്ച്വലി. ഒരു പീനട്ട് മസാലയാണ് ആക്ച്വലി, ഇത് പീനട്ട് മസാലയാണത്. ഈ ഒരു സീക്വൻസിൽ ഈ ഒരു നാച്ചുറൽ കടലിന്റെ കാറ്റും ഉപ്പ് കാറ്റും കൊണ്ട് ഈ തണുത്ത ഫ്ലേവേർഡ് വാട്ടർ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ്, ഇത് വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ് നമുക്ക് കണക്കാക്കാം. സോ ചിയേഴ്സ് വിത്ത് ദാറ്റ്. ഈ റൂഫ് ടോപ്പ് എന്ന് പറയുന്ന ഒരു ആശയം തന്നെ ഇതിനു വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ? അല്ലാതെ റൂഫ് ടോപ്പിലിരുന്ന് പൊറോട്ട ഇറച്ചിയും കഴിച്ചിട്ട് നമുക്ക് ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. സത്യസന്ധമായ കാര്യമാണ് അല്ലെ? റൂഫ് ടോപ്പിലൊക്കെ ഇതൊക്കെ തന്നെയാണ് ഏറ്റവും അൾട്ടിമേറ്റ് സാറ്റിസ്ഫാക്ഷൻ. എന്താണ് ഡ്രങ്കൻ?
നല്ലൊരു ഗ്ലാസ് വെയർ അടിപൊളിയായിട്ട് എനിക്കൊരു രക്ഷയുണ്ട്. നല്ല തിളക്കം കണ്ട അതിന്റെ. നല്ല വെയിറ്റ് ആണെന്ന് തോന്നുന്നില്ല. നല്ല ഒന്ന് പൊക്കി വെക്ക്. അതല്ല നമ്മുടെ മറ്റേ ഗ്ലാസ് വെയിറ്റ് ഉണ്ടല്ലേ. നല്ലൊരു എക്സ്പെൻസീവ് വെയർസ് ആണ് ഇവിടെ ഗ്ലാസ് വെയർസ്. കൊള്ളാം, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഓ അങ്ങനെ ഒരു തുള്ളി മദ്യം പോലും കളയത്തില്ല കേട്ടാ. ഓരോ തുള്ളി ബിയറും അമൂല്യം അല്ലേ. ഒരു ബിയർ 2 ഗ്ലാസ്, ആ 2 ഗ്ലാസ് ആണ് ഇതിന്റെ കറക്റ്റ് കണക്കല്ലേ. കറക്റ്റ്, ആബ്സല്യൂട്ട്ലി കറക്റ്റ്. അത് ശരിയാടോ. താൻ എങ്ങനെയാണ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്? ഒഴിച്ചല്ലേ നമ്മൾ കുടിച്ചു. ആ ഒഴിച്ചോ. താൻ ഉപകാരം ചെയ്യാവോ? എന്താ അതിനകത്ത് കുറവ്? ഇത് ആദ്യം കുറച്ച് പതഞ്ഞപ്പോഴത്തേക്ക് അത് കുറച്ചിട്ട്. ഓ അങ്ങനെ. ഇതിൽ അളവിൽ വ്യത്യാസമൊന്നും താങ്കളുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു ട്രഡീഷൻ ഉണ്ടല്ലോ, വിന്റേജ് ഡ്രങ്കൻജി. പരമ്പരാഗതമായിട്ടുള്ള ഏറ്റവും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള BDF ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മനസ്സിലായി. സോ എന്ത് തോന്നുന്നു? അടിപൊളി. വളരെ ടൈറ്റ് ആയിട്ടുള്ളതല്ലേ, സോഫ്റ്റ് ആണല്ലേ, കഴിക്കാൻ പറ്റും. കാരണം ചിലപ്പോൾ ഇരിക്കുന്നോ ചിലപ്പോൾ കട്ടി കൂടും. ഇതിപ്പോ ഫ്രഷ് അല്ലേ, ഓർഡർ ചെയ്തതിന് ശേഷം ഉണ്ടാക്കിക്കൊണ്ടുവന്ന. അതെ, ഞാനും ഒന്ന് പിടക്കട്ടെ. ഞാൻ എന്തായാലും BDF കഴിക്കുമ്പോൾ എന്തായാലും ഇതൊന്ന് പഠിച്ച് നാവിനെ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും അത് കഴിക്കാൻ പ്രേരിപ്പിക്കാനായിട്ടുള്ള രീതിയിലാക്കിയെടുക്കട്ടെ. ഓക്കെ, തുടങ്ങുമ്പോൾ തന്നെ ഒരു ക്രിസ്പി ഫീല്. പെർഫെക്ഷൻ എന്ന് ഞാൻ പറയും. കാരണം നമ്മൾ ഒരു കറി ഉണ്ടാക്കുമ്പോൾ, ഞാനിപ്പോൾ ഫുഡ് വ്ളോഗർ അല്ല, നമുക്കറിയാം. പക്ഷേ ഞാൻ ഫുഡ് വ്ളോഗർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞെങ്കിൽ, നമ്മളൊരു റെസിപ്പി ഒരു ഡിഷ് ഉണ്ടാക്കുമ്പോൾ ഉള്ള മസാലയും കാര്യങ്ങളും ഇട്ട് അത് എന്ത് ഡിഷാണെന്ന് പോലും മനസ്സിലാവാതെ ഉണ്ടാക്കുന്നതല്ല പെർഫെക്ഷൻ. ഒരു കറി പെർഫെക്റ്റ് ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചെങ്കിൽ, ഇപ്പോൾ ജസ്റ്റ് കൺസിഡർ ദിസ് ആസ് ഫിഷ്, അല്ലെങ്കിൽ ഇപ്പോൾ മീറ്റ് ആയിക്കോട്ടെ. ആ മീറ്റിന്റെ ആ ഒരു ആബ്സല്യൂട്ട് ബേസ് ഫ്ലേവർ അത് നിലനിർത്തിക്കൊണ്ട് അതിനെ ബെറ്റർ ആക്കുന്നതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി ഓഫ് എ ഷെഫ്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ നമ്മൾ കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ പോലും അൾട്ടിമേറ്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് കഴിക്കുന്നത് എന്നറിഞ്ഞുകൊണ്ട് നമ്മളത് എൻജോയ് ചെയ്യുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ വരുന്നത്. അത് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടണമെങ്കിൽ ഇതുപോലുള്ള പ്രോ ആയിട്ടുള്ള ഷെഫുമാർക്കേ പറ്റുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇതിനകത്ത് ആ ഒരു മീറ്റിന്റെ ആബ്സല്യൂട്ട് ടേസ്റ്റ് ആയിട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ ആ ഒരു ക്രിസ്പിനെസ്, ആ ഒരു ടെൻഡർ ഫീൽ, ഓവറോൾ ക്വാളിറ്റി അത് ഇതിനകത്തുണ്ട്. നല്ല ക്വാളിറ്റി ബീഫാണ്, അതാണ് മനസ്സിലായോ? നല്ല ക്വാളിറ്റി ബീഫാണ്. നെയ്യും ഉണ്ട് ആവശ്യത്തിന്, എന്നാൽ നല്ല ഫീലും ഉണ്ട് അല്ലേ? ഇതാണ് കൈ നിന്നൊക്കെ തെറിച്ച് പോണം. അത് തൊടുമ്പോ തന്നെ ആ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ചൂടോടെ ഫ്രഷ് ആയിട്ട് കഴിച്ചാലേ ആ ഗുണം കിട്ടത്തുള്ളൂ. തണുത്ത് പോയാൽ പിന്നെ ആ ഒരു ഫീൽ കിട്ടത്തില്ല. ഡ്രങ്കൻജി പറയുന്നത് തീർച്ചയായിട്ടും. അതിനകത്ത് മുളകൊന്നും ഇല്ലടോ.
മുളക് വറുത്ത് വെച്ചിട്ടില്ലേ? ഓഹോ. കാണുമ്പോ ഓർക്കും ഒന്നും മേടിച്ചില്ലെന്നല്ലേ? ഒരുപാട് ഓവറാ. ശരി, ഓവറാണ്. ഒന്ന് കലക്കണം, കലങ്ങില്ലേ? ഓക്കേ. അല്ല, മാജിക് മൊമെന്റ്സ് വെർബ് മാത്രമായിട്ട് കഴിക്കുന്ന ആദ്യമായിട്ടാണ്. ഞാൻ കഴിച്ചിട്ടില്ല. നമ്മുടെ ചാനലിൽ വന്നിട്ട് കഴിച്ചിട്ടില്ല. ശരിയാ. അതുകൊണ്ടാണ് ഞാൻ BDF ആയിട്ട് വെറുതെ കഴിക്കാന്ന് വിചാരിച്ചത്. ഗർഭോ? അല്ല, വേറെ കാര്യമുണ്ട്. ഹാപ്പിനെസ് ആണ് കാര്യം. പീനട്ട് മസാല നമ്മൾ സാധാരണ നമ്മള് കാശ് കൊടുത്ത് മേടിക്കുന്ന സാധനം. BDF. അതെ, എല്ലാം കൂടി സാറ്റിസ്ഫാക്ഷൻ. പിന്നെ താങ്കളുടെ ബിയർ കഴിക്കുന്നു. അതെ. അല്ല, അതുവരെ ഏതാ മറ്റേ ക്യാപ്റ്റൻ എടുത്തിട്ട് പോയി. അതെ, ഓവറോൾ സാറ്റിസ്ഫാക്ഷൻ അല്ലേ? അതിന് ഷവർ ഓൺ ആക്കിയോ? അതാകുമ്പോ പിന്നെ അടിച്ച കെട്ട് വിട്ടോളൂ. ഷവർ ഓൺ ചെയ്താലേ അടിച്ച കെട്ട് വിട്ടോളൂ. വണ്ടികൾ കൊണ്ട് നമ്മൾ പോണു. നമ്മളെവിടെ പോണു? നമ്മൾ പോകുന്ന വഴികളിലൂടെ വണ്ടികൾ പോകുന്നു. ഈ ഒരു ആംബിയൻസ് ഒരു രക്ഷയില്ല കേട്ടോ. കാരണം മനസ്സിന് ഇത് ഫസ്റ്റ് യുണീക്കാണ്, യുണീക്ക് ഫീൽ ആണ് ആക്ച്വലി അല്ലേ? നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു സെറ്റപ്പില് ഇല്ല, ആബ്സല്യൂട്ട്ലി ഇല്ല. അടിവരായിട്ട് പറയാം. ഇനി വരുമെന്ന് അറിയത്തില്ല, പക്ഷെ നിലവിലില്ല അല്ലേ? നമ്മൾ വെറുതെ ബോട്ടും സ്പീഡ് ലാഞ്ചും വള്ളമൊക്കെ പോകുന്ന കണ്ട് കടിച്ച് മടുത്തല്ലേ? വള്ളം കളിയും കണ്ട് അടിച്ച്. പക്ഷെ വണ്ടികൾ പോണ പോട്ടെ. കടല് ഇവിടെ സുനാമി അടിച്ച് ഇത് പോവുള്ളൂ. ഇത്രയും പൊക്കത്തി വരുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇത്രയും പൊക്കത്തി വരത്തില്ല. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഇന്നത്തെ ഇത് തിയറിയുടെ ലാസ്റ്റ് മൊമെന്റ്സിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു അല്ലേ? ഡ്രാഗൺ ചെയ്യും. ഓക്കെ, കാണിച്ചോളൂ. ഇത്രയേ ഉള്ളൂ. കുറച്ച് കഴിക്കാം. അതിനുള്ള സമയം കൊടുക്കാൻ പാടില്ല. ഫൈനൽ അനാവശ്യമായിപ്പോ ഇന്നത്തെ പേഴ്സണൽ ഓവറോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിൽക്കായിരുന്നു. സോ ദി ലാസ്റ്റ് റൗണ്ട് മൈക്കൂടി ഓഫ് ദി നൈറ്റ് ഈസ് ഹിയർ ആൻഡ് ചിയേഴ്സ് വിത്ത് യു. കൂടാവും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നെനിക്കറിയാം, ഡ്രങ്കൺ ചെയ്തറിയാം. സോ പുതിയൊരു ബ്രാൻഡുമായി പുതിയൊരു വീഡിയോയുമായി MDTV will be rolling forever. അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് see you in the next video.